നാളല്ലേ മദ്രസയിലെ നബിദിന പരിപാടി? ആ നാളെയാണേ. നിങ്ങളെല്ലാരും വരൂലേ? അതിന് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? അതിനിപ്പോ തങ്ങൾ വന്നു വെച്ചിട്ട് അതൊന്നൊരു വിഷയമില്ല. എന്നാ ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ. എന്നാ ഞങ്ങളെ കൂടെ ജാഥക്ക് പോരാ, നിങ്ങളെല്ലാരും പോരെ. രാവിലെ നേരത്തെ തന്നെ വരേണ്ടി വരും കേട്ടോ. വെയിൽ ദിശന വരെ കിടന്നുറങ്ങാനൊന്നും പറ്റൂലട്ടാ. നേരത്തെ കാലത്തെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. ശരി, 2 സഞ്ചി നടക്കാനുള്ളതാ മുട്ടായി. ഞാൻ എന്തായാലും പോരുന്നുണ്ട്. അപ്പൊ ശരി, എന്നാ നാളെ കാണാം. പിഞ്ചു, നീ പോകാറുണ്ടോ നബിദിന പരിപാടിക്കൊക്കെ? പിന്നല്ലാതെ ഞാനും ടുട്ടു മിനി ചേച്ചി ഒക്കെ പോവാറുണ്ട്. പിന്നെ അച്ഛമ്മയ്ക്ക് മുന്നിൽ തന്നെ കാണും. അത് ശരി. ചിഞ്ചു ചിഞ്ചു, ഇവളെന്താ നേരത്തെ എണീക്കാന്നും പറഞ്ഞിട്ട് ഇപ്പൊ എണീക്കൊന്നും ഇല്ലല്ലോ. അവരൊക്കെ പോയി കാണും. ചിഞ്ചു എണീക്കേ, നീ പോരുന്നില്ലേ റാലിക്ക് പോവാൻ? അയ്യോ അയ്യോ, നമ്മൾ ഒരുപാട് നേരം വൈകിയോ? ആമി ആബു ഒക്കെ പോയി കാണും. നീ എന്താ ചെയ്യാ? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ ഒന്ന് എണീക്കണ്ടേ? അയ്യോ, എനിക്ക് മിഠായി ഒന്നും കിട്ടില്ല. ഇനി നീ വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അമ്മ എവിടെ? അമ്മ ദേ അവിടെ ഉണ്ട്. അയ്യോ, റാലിയൊക്കെ കുറെ പോയി കഴിഞ്ഞ് കാണും. നമുക്ക് വേഗം ഓടാം. സുബൈദ സുബൈദ, എടി സുബൈദ, ഈ അമുക്ക് എവിടെ പോയി കിടക്കുക ഈ നേരത്തെ? എന്റെ അമ്മ എവിടെടി ആമിനി കുട്ടാപ്പിയും? ഓര് രണ്ടാളും നിബിധനത്തിന് പോവാ ഒരുങ്ങണ്ട്. എന്തിയെ? ആമിയാണ് ഇങ്ങോട്ട് വിളിച്ചാ. ആമി, എന്റെ മാ, ഇജ്ജ് മുട്ടായിക്ക് കവർ എടുത്തില്ലേ? ആ എടുത്തക്കണേ. എവിടെ എന്റെ കവർ ഇങ്ങോട്ട് കാണിച്ചാ? എന്റെ കവറ് എന്തിയെ? ഈ കവറായിട്ട് പോണത് എന്തിയെ? ഇത് പോരെ? എന്റെ പൊന്നാരാമിന, ഈ കുഞ്ഞിപ്പൊതിയിൽ എത്തി കിട്ടാനാണ് എനിക്ക്. ആകെ 2 മുട്ടായി കിട്ടിയാ കിട്ടി. കുറച്ച് വലിയ കവർ എടുത്തോക്കാ. ഈ കവർ വേണ്ട, ആ ചാക്ക തക്കുന്നു എടുത്ത് കൊണ്ടേക്കോ. ചാക്ക എന്തിയെ? ചാക്കാന്ന് ചോദിച്ചു. ചാക്ക് കൊണ്ടുവച്ചിട്ട് പത്ത കുഴപ്പം? ചാക്കിൽ എത്രമാനം മുട്ടായി കൊള്ളിച്ചിട്ട്? ആ ഇച്ച് പിരാന്തമല്ല ചാക്കും കൊണ്ട് മദ്രസക്ക് പോവാൻ. നിങ്ങൾ ഒറ്റയ്ക്ക് അമ്മ ഓളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചാക്ക് ആരെങ്കിലും കൊണ്ടുപോവോ? അത് ശരിച്ചെടുത്തോടത്താണല്ലേ ഈ കുറ്റിക്കാപ്പൊതി. ചാക്ക് കൊണ്ടുപോകണി ഇപ്പൊ എത്ര മടിച്ചാണ്. ഞാനൊക്കെ പണ്ട് മദ്രസ പഠിച്ചുമ്പോഴേ വലിയ 2 ചാക്കായിട്ടാ പോയിന്റ്. അത് ഇങ്ങനല്ലേ, ഇത് ഞാനാണ്. അത് ശരി, എനിക്കായിട്ട് ഇപ്പത്തെ ഒരു കൊമ്പേറണ്ട. ഒരു കൊമ്പേറുണ്ടെന്ന് കൂട്ടിക്കാലിങ്ങള്. അല്ലേലും എനിക്ക് ഞാൻ എത്തെങ്കിലും പറഞ്ഞ അതിനൊക്കെ തർക്കുത്തരാണേ. എനിക്കിപ്പോ തൽക്കാലം ഈ കവറിൽ കിട്ടുന്ന മുട്ടായി മതി. പറഞ്ഞാ കേൾക്കൂലോളെ. കണ്ടില്ലേ അവളെ പഠിപ്പിച്ചൊരു പഠിപ്പ്. എന്റെ പൊന്നാരമ്മ, ഇപ്പത്തെ കുട്ടികളൊന്നും നിങ്ങളെ മാരിയൊന്നും കൊണ്ടുപോകുന്നില്ല. ഓൽക്കൊക്കെ കുറച്ച് നാണും മാനൊക്കെ ഉള്ളവരാ. അത് ശരി, അപ്പൊ ജിച്ച് നാണും മാനൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത്? അതിന്റെ റബ്ബേ, നല്ലൊരു ദിവസമായിട്ട് നേരം വെളുത്തേക്ക് എന്നെ തുടങ്ങി. നിങ്ങളോട് വർത്താനം പറയാൻ വെച്ചാൽ ഞാൻ പോവാ. നിങ്ങളോട് ഒറ്റക്ക് നിന്ന് അങ്ങനെ ചലിച്ചോളി. കുട്ടിയാക്കുന്നത് പണ്ടത്തെ മാതിരി മുട്ടായിനോട് പൂതിയൊന്നുമില്ല. എങ്ങനെ പൂതി ഉണ്ടാവാനാ? ദിവസം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കല്ലേ. ഇച്ചക്ക് അന്നൊരു മുട്ടായി കിട്ടാന്ന് പറഞ്ഞാൽ എത്തേനും ഒന്ന് വലിയൊരുന്നാളേനും. ഏതായാലും കവർ എടുത്ത് കുട്ടികളെ വയറ്റിലാണ് പോയോക്കട്ടെ. ഈ കവർ മതി. ഇതാവുമ്പോ കുറച്ച് തോനെ മുട്ടായി കൊണ്ടുപോകും. ഇത് കുറച്ച് വലിപ്പം കുറവുണ്ടാ? നിനക്കാളും വലുത് എടുക്കണ. അല്ലെങ്കിൽ വേണ്ട, ഇത് മതി. മദർസിലെ ചോറ്റും പോലും കൂടി വീക്കിടാ. ഞങ്ങള് നേരം വൈകിയോ? ഇല്ല നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. എന്റെ ദൈവമേ, ഓടി കതിച്ച് ഇങ്ങോട്ട് വന്നതാ. അതാ നിങ്ങളെ ബേക്കില് കച്ചറ എടുക്കാൻ വന്നാളാ? ചെറുക്ക, ഇതെല്ലാ തൊള്ളർക്കാൻ നിൽക്കണ്ട. എനിക്ക് കടീസുമ്മാനെ ശരിക്കും അറിയില്ല. അല്ല, നിങ്ങളടുത്ത് വല്ല ചാക്കൊക്കെ കണ്ടുകാണ് ചോദിച്ചതാ. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ നാട്ടിലെ കച്ചറൊക്കെ പെറുക്കാൻ ഇറങ്ങിയതാന്ന്. വല്ലാത്തൊരു കുരുത്തങ്ങൊക്കെ ചെക്കനെന്നെ. നിങ്ങളെല്ലാരും ഇവിടെ ഫീലേക്ക് നിന്നോളൂ. ആളിതാ അവിടെ എത്തി. എന്റെ റബ്ബേ, ഈ ജാതിയിലൊക്കെ കൂട്ടിത്തേക്ക് പോയെങ്കിലൊരു ഇടങ്ങാറ്. എന്റെ ദൈവമേ, അബു നീ എന്നും കൂടി പിടിച്ചോട്ടോ. അന്നെ പിടിച്ചില്ല, ആമിനാണെന്നാണെങ്കിൽ ഞാൻ പിടിച്ചോളാം. അയ്യടാ, അങ്ങനത്തെ ചിന്ന പിടിച്ചണ്ട. എന്റെ പഠിച്ചോനെ, എന്റെ കവർ ആരോ തട്ടിക്കൊണ്ടുപോയി. അങ്ങനത്തെ മണങ്ങക്ക് നിങ്ങൾ വലിയൊരു ചാക്കിട്ട് മണ്ണല്ലേ. എടാ, ഇജല്ലടാ എന്റെ കവർ എടുത്തത്. ഇത് കണ്ടടാത്. ഞാനല്ലേ കവർ എടുത്തത്. എന്താ പിടിക്കാനോടുന്നു? അല്ല, മുട്ടായി വേണ്ട നിങ്ങൾക്കൊക്കെ. ഇന്ന മോളെ പിടിച്ചോ. വീട്ടിലാണ് മാറി നിന്നോളി. ഇന്ന മോനെ. ബാപ്പാ, ഇച്ചേ 2 നന്നായി. ചിലക്കാതെ പോടാവുന്നേ. അല്ല, ആരിത് കദീസുമ്മേ? അത് ശരി, നിങ്ങളും കുട്ടികളെ കൂട്ടത്ത് കൂടിയതാ മുട്ടായി അങ്ങനെ? അതെ, നേരെ മുട്ടായി മേരി വെച്ചേക്കണ. കുട്ടിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ. ഈ സഞ്ചിക്ക് അങ്ങോട്ട് ഭാര്യ ഇട്ടൂട്. അത് ശരി, നിങ്ങൾ വലിയ സഞ്ചി കയറി വന്നിക്കണല്ല. ചിലക്കാതെ തീസ് ഇട്ടൂട്. ഇതാ നിങ്ങൾക്ക് വലിയ മുട്ടായി തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. ആനജനം കൂടി ഇങ്ങോട്ട് തീലിട്ടാ എന്റെ അയൽവാസിയൊക്കെ കൊടുക്കണം ചെയ്യും. അത് ശരി, ഇനിയിപ്പോ നിങ്ങൾക്ക് തന്നതും പോരാ, അയൽവാസിയാക്കും വേണം. പിന്നെ എന്റെ അയൽവാസിയൊക്കെ പിന്നെ ഞാനില്ലാതെ പിന്നെ ആരെ കൊണ്ടേ കൊടുക്കുക? അത് ശരിയാ കദീസുമ്മ പറഞ്ഞേ. സുബൈറാജത്തെ ചെറിയിൽ നോക്കി നിൽക്കണതേ. എനിക്കൊരു കവർ എടുത്ത് ഇറങ്ങിക്കൂടെ? ഞാൻ ഇറങ്ങിക്കോളാം. നിങ്ങൾ പിന്നെ വെക്കാൻ നോക്കണ്ട. ഈ കദീസുമ്മയുടെ ഒരു കാര്യം, വീട്ടിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണോ സുബൈറ? ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ശരി, ഇപ്രാവശ്യം ബാലന്റെ വരിയുന്നുണ്ടോ പായസം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചതേന്, പക്ഷെ ഗൾഫിലായതിനെ കൊണ്ട് നടന്നില്ല. ഇപ്രാവശ്യം മക്കൾക്കൊക്കെ ഇവിടുന്ന് പായസമാക്കാന്ന് കരുതി. എന്റെ റബ്ബേ, പായസേനെ എന്നാ ഒരു ചെമ്പെടുത്താൽ മതിയേനി. ഞാനാണെങ്കിൽ അത് അത്ര കൊളർത്തതുമില്ല. ഇന്ന് റാലിക്ക് കദീസമേ ഉണ്ടോ കൂടെ? പായസം കുടിച്ചിട്ട് പോണേ. ഈ പ്രമേഹത്തിന്റെ സോക്കടുണ്ടേ. അപ്പൊ മധുരമുള്ള ഒന്നും കുടിച്ചാൻ പറ്റും. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അത് സാരല്ല, പേരിലുള്ളവർക്കൊക്കെ നല്ല സ്റ്റാജ് കുറച്ച് കാലത്തിലാക്കിയിട്ടാണ് കൊണ്ടേ കൊടുത്താൽ മതി. ഉടനെ ഈ സുബൈദൊന്നും പോന്നിട്ടില്ല. അപ്പൊ പിന്നെ ഓക്ക് പൂതിയേക്കാരെ. ഈ വലിയ മനുഷ്യനെ നാണം കെടുത്തു. ഉമ്മാക്ക് പായസം ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ? മിണ്ടാതെ തൊള്ള കൂട്ടി നിന്ന കിട്ടണ ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പൂത്തിനുള്ള അതിന്റെ അടി കൂടെ ശരി അടങ്കോളിലാ നിൽക്കണില്ലേ? ഓക്കെ. എന്റെ പൊന്നാര വല്യമ്മ, നിങ്ങൾ ഈ ഓസിക്ക് കിട്ടുമ്പോ എല്ലാം കൂടി മാങ്ങണ പരിപാടി നിർത്തിക്കാളിട്ടാ. ഇല്ലെങ്കിൽ തന്നെ നാട്ടിൽ നിങ്ങൾക്ക് ചീത്തപ്പേരാ. ഇതും കൂടി ആയാ പിന്നെ പറയും വേണ്ട.
അത് ശരി, ഞാൻ 2 ഗ്ലാസ് പായസം ഓളോട് ചോദിച്ചിപ്പോ തനിക്ക് നീ മറക്കണ്ടട്ടാ ചെമ്പ് കൊണ്ടെടുക്കാനേ. ഓ ആയിക്കോട്ടെ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. മക്കളെ എല്ലാരും പായസമൊക്കെ കുടിച്ചില്ലേ? അച്ഛാ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ അച്ഛനല്ലേ ഷെഫ്, അപ്പൊ പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കില്ല. പിന്നെ ഇപ്പൊ ക്രെഡിറ്റ് മൊത്തം അങ്ങോട്ട് എടുക്കുക. ഇനി അടുത്തത് എങ്ങോട്ടാ? ഈ നേരെ മദ്രസക്ക്. ഞാനും വരാം. നല്ല നെയ്ച്ചോറും ബീഫും ഉണ്ടാവും ഇവിടെ. അതിന് തന്നെ ഞങ്ങൾ ഈ ഓടുന്നേ. ഈ കുട്ടികളുടെ ഒരു കാര്യം. അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിനാ ഇവിടെ വെറുതെ നിൽക്കുന്നേ? ഓ ആ നെയ്ച്ചോറിന്റെ ബീഫിന്റെ ഒക്കെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ഞാനും വരുന്നു. വലിയ 2 ചെമ്പൊക്കെ ഉണ്ടല്ല, ചോറ് കുറച്ച് തോനെ വാങ്ങണം, അല്ല ഞാൻ ശരിയാവില്ല. എല്ലാവർക്കുള്ള പൊതി കൊയിഞ്ഞു വെച്ചോണില്ലേ? ആ പൊതിയൊക്കെ കൊയിഞ്ഞു വെച്ചോണം. ഇപ്പൊ എക്സ്ട്രാ ആൾക്കാരും വരുമെന്നാവും. ആ അതും കൂടി കണ്ടു കൊയിഞ്ഞാൽ മതി. പിന്നെ ഈ വാങ്ങിയോലെ പിന്നെ വാങ്ങും, അതാണല്ലോ ചോറ. എത്തപ്പ രണ്ടാളും കൂടെ വല്ല ചർച്ച. പുലിമാനെ ആ എന്ത് കതീസുമാ? ഇവിടെ ചോറ്. ആ എല്ലാവർക്കുള്ള ചോറ് അവിടെ ബോക്സിലുണ്ട്, ഇപ്പൊ എടുത്തു തരാം. ഈ ചെറിയ കുഞ്ഞി പെട്ടിയിലെ അപ്പൊ ചോറ് ഒരാൾക്ക് തിന്നാൻ തന്നെ ഉണ്ടാവില്ല. പുലിമാനെ ഈ ചെറിയ കുഞ്ഞിപ്പൊതിയോണ്ടൊന്നും ബോധം തെളിയില്ലട്ടാ. പൊതി ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളി. എത്താപ്പല്ല ഈ പെട്ടിയിലൊക്കെ കൊള്ളുക. ഇച്ചേ ഒരു പൊതിയും കൂടി വേണം. തൽക്കാലം അവിടെ നിൽക്കി, ബാക്കി ഉണ്ടെങ്കിൽ ലാസ്റ്റ് തരണ്ടേ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇച്ചേ എന്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ അയൽവാസികൾ ആരുള്ളത് നമുക്കറിയാത്തേ? അത് ശരി, എന്നോട് പറഞ്ഞിട്ട് വേണം എന്റെ അയൽവാസിയെ കൊണ്ടേ കൊടുക്കാൻ. സുലൈമാനെ ചേർക്കാതെ ഒരു പൊതിയും കൂടി എടുത്താ. ഈ കദീസുമാനെ കൊണ്ട് ഇതാ ഇതും കൂടി പിടിച്ചോളൂ. ഇനി നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ വരില്ല. അല്ലെങ്കിൽ പനക്കപ്പത്ത ഒരു പൊതി എടുത്ത് തരണീനെ. പൊന്നായ കദീസുമാ എല്ലാവർക്കും എത്തിച്ചേണ്ടത് നിങ്ങൾക്ക് മാത്രം തന്നാ മതിയാ. അവന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഈ ചെമ്പിലെ ചോറ് മീവാൻ ചോദിച്ച മാതിരി. മക്കളെ എല്ലാവരും വന്ന് ഓരോ പൊതി എടുത്തോണ്ട് പോക്കോ. ഓ എന്തൊരു മണം. മോളെ ശരിക്കും പിടിച്ചോട്ടോ. ശരിക്കാ. ചോറൊക്കെ തേഞ്ഞല്ലോ അല്ലേ? പിന്നല്ലാതെ അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. ആ ഇനി ഏതായാലും ഞാൻ പോട്ടെ. ഇന്നാലും മദ്രസിൽ പരിപാടി ഇല്ലതല്ലേ, കുറച്ചേരം പോയി കിടന്നുറങ്ങട്ടെ. ആ അത് ശരിയാ, ഞാനും പോട്ടെ വരിക്ക്. ആമിന എന്റെ വല്യമ്മ ഇന്ന് വൈകുന്നേരം മദ്രസ പോണില്ലേ പരിപാടിക്ക്? ആ ഞാനും കുട്ടാപ്പിയും പോകുന്നു. ആ ഞാനും ഉമ്മയൊക്കെ പോകുന്നുണ്ട് കേട്ടോ പരിപാടിക്ക്. എവിടെയാണ് എന്റെ പാട്ടില്ലെന്ന്? ഇന്നെന്റെ പാട്ടുണ്ട്. നിങ്ങൾ എല്ലാരും വരൂലേ മദ്രസക്ക്? ആ ഞാൻ എന്തായാലും വരും, ഞാൻ വന്നില്ലെങ്കിലും. അതിന് എന്റെ പാട്ട് മര്യാദക്ക് പഠിച്ചേക്കണാ. എനിക്കറിയൊക്കെ ചെയ്യാം. ബാക്കി പിന്നെ എനിക്ക് പറഞ്ഞു തന്നാ മതി. ആ ഞാൻ ഭയങ്കര സ്റ്റേജിൽ വന്ന് ഞാൻ പാട്ട് പറഞ്ഞുതരാൻ വരില്ലേ? ഇവിടുന്ന് എനിക്ക് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, അതേമാതിരി അവിടെ വന്ന് പറഞ്ഞു തന്നാ മതി. ആ ഉസ്താദെ ഇന്നെ തച്ചാട്ട് ഓടുന്നു ആണേ കുത്തർന്ന് പഠിച്ചോ. ഇപ്പൊ നീ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പാടുക? അതിനെ എന്നോട് ഞാൻ കുറെ ദിവസമായില്ലേ പറയണു കുത്തർന്ന് പഠിച്ചോണ്ടിന്ന്. അതൊന്നും കുഴപ്പമില്ല, അത് കാമിനെ പറഞ്ഞോളൂ എനിക്ക്. അപ്പൊ ഓള് പറഞ്ഞ സ്റ്റേജിൽ വന്ന് എനിക്ക് പറയാന്ന് വെച്ചിട്ട് പത്ത കുഴപ്പം നിങ്ങൾക്കല്ലെങ്കിൽ തരങ്ങൾ ഓരോ പൊട്ടത്തരം ഓനക്കും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. സ്റ്റേജിൽ കയറിക്കാൻ അങ്ങനെ പാട്ടാടുമ്പോൾ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. ആ ഈ കദീസുമാന്റെ വേറെ കുട്ടിയൊക്കെ എവിടെ കയറിക്കാണ് പറഞ്ഞു കൊടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ. ആ അത് പറഞ്ഞാണ്ടേ സദുർസ്ഥാന്റെ അടുത്ത് ഞാൻ ചെന്നാൽ മതി. എന്റെ മുട്ടുകാലിൽ ചിരട്ട പൊട്ടും. ആരാ പന്റെ സദുർസ്ഥാദ്? എന്റെ ഒപ്പം പഠിച്ച മമ്മദും അല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ പുതിയ സദുർസ്ഥാദാ. നല്ല പൊട്ടലങ്ങട് കിട്ടും. ആ അത് ശരി, എന്നാ പിന്നെ കാണാതെ പഠിച്ചോ, അതപ്പൊ നല്ലത്. അപ്പൊ നിങ്ങളും കാല് വാരില്ലേ? അല്ലാതെ ഇപ്പൊ വേറെ നിവർത്തിയൊന്നുമില്ല. കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും നോക്ക്. ഇത്ര സമയം കൊണ്ടൊന്നും പഠിക്കാനൊന്നും പറ്റൂല. വിജയ് ഒന്ന് ശ്രമിച്ചു നോക്കേ. ശരി. ആൺകുട്ടികളുടെ മധുരഗാന മത്സരം ആരംഭിക്കുന്നു. 1 A ക്ലാസ്സിൽ നിന്നും ഹൈദർ. ബാക്കി മറന്നു എന്നാ തോന്നുന്നുണ്ട്. എന്റെ പഠിച്ചോനെ ഞാൻ പോയാ ഇതന്നെ കരല അവസ്ഥ. ഇനി അടുത്തത് കുട്ടാപ്പി ഹനാൻ. അല്ല ആദിജാണ്. ആദിജ പണ്ട് എന്റെ തമ്പുരാനെ ഇവന് ഇതാകെ അലമ്പാക്കുന്ന തോന്നുന്നുണ്ട്. വെല്ല പെടുത്ത് പോവാ നല്ലത്. എന്റെ പേരക്കുട്ടിയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ച ആണക്കേട്. ആദ്യം നബി നബിന്നല്ലേ? നബി നബി ഉലകിൽ സലാം സലാം നിലാവേ നബി നബി. അവന്റെ കൂടെ പാടടാ. നബി നബി ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കല കല പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദരക്കനി മലർ തോഹ റസൂലേ ആസരം തരും മരം ഹൈറാം സബീലെ ആലമിൽ അനുഗ്രഹം നൂറേ കമാലേ നൂറേ കമാലേ കമാലേ. ബാക്കി പാട്. ബാക്കി അറിയില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, ഉഷാറായിട്ട് പാടിട്ടോ. തന്നെ. ഇപ്പൊ ഞാൻ അടുത്തത് സമ്മാനദാനാണ്. കഴിഞ്ഞ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയ നദ. മോളെ ഇനിയും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്റെ റബ്ബേ വലിയൊരു പെട്ടിയാണ്, പെണ്ണിന് താങ്ങാനും കൂടി വെച്ച. അടുത്തത് മാലപ്പാട്ട് മത്സരം, ഫസ്റ്റ് പ്രൈസ് നദ. റബ്ബേ പിന്നെ ആ പെണ്ണിന് തന്നെ വലിയൊരു ബിരിയാണി ചെമ്പ്. രാമിനെ മൊയന്തൊക്കെ നോക്കി നിൽക്കണ കണ്ടില്ലേ? ഇത് കൊണ്ടാവാൻ കഴിയോ? എന്റെ ഉമ്മ ഉണ്ട് എന്റെ കൂടെ. രാമിനെ മൊയന്തിനെ കളി എത്തിനാ പറ്റുക. അടുത്തത് കയ്യെഴുത്ത് മത്സരം, ഫസ്റ്റ് പ്രൈസ് ആമിന. ആമിനാക്ക് ഫസ്റ്റാ. ഈ പ്ലേറ്റ് അപ്പൊ വലിയ സമ്മാനം.
എന്തിനാപ്പല്ലെങ്കിൽ അത് നമ്മുടെ പെരി തന്നെ കുറെ അട്ടിമറി വെക്കണം. ഓലേരെ അതൊന്ന് മാറ്റി തരാൻ പറ്റുമോ? മാറ്റി തരാൻ എങ്ങനെ? ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതല്ലേ. എങ്കിലും ഓക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ചുടിയാണ്ട് ഞാനൊക്കെ ഇവിടെ മദർസ് പഠിച്ചാൽ എത്രമാനൊരു സമ്മാനേനു വരെ നടന്നീന്. ഇങ്ങക്ക് പിന്നെ സമ്മാനം കിട്ടീനി തവളച്ചാട്ടത്തിന്. നീ എടാ 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 ചെറുക്ക കളിച്ചോണ്ടേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നബിദിന പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നാളെ നിങ്ങൾക്ക് മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല, മറ്റന്നാൾ എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. നാളെ മദർസില്ലാന്ന് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനം.